ജീവവൈവിധ്യങ്ങൾ. അസംഖ്യം ജീവവർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ അവയിൽ ചിലതിന് മാത്രമേ മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്നതിനും മനുഷ്യനെ സ്നേഹിക്കുന്നതിനും അനുസരിക്കുന്നതിനും പ്രാപ്തിയുള്ളതായി കാണാനാവുന്നുള്ളൂ. മനുഷ്യന്റെ ബലപ്രയോഗം കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടുമാണ് വന്യജീവികൾ ഇണങ്ങുന്നത് എന്ന് പറയാമെങ്കിൽ തന്നെയും ജന്തുക്കളാവുന്ന ആ ജീവനുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വാസനകളുടെയും ആവശ്യങ്ങളുടെയും പുരോഗതിയായിട്ടല്ലാതെ ഇണങ്ങാവുന്ന ജീവന്റെ പ്രവണതയെയും അനുഭവഗതിയെയും കാണാൻ കഴിയുന്നതല്ല. ജന്തുക്കളുടേതായ പ്രവർത്തന മണ്ഡലങ്ങളുടെ പൂർത്തീകരണത്തോട് അടുത്തു വരുന്ന ജീവന്റെ അവസ്ഥയാണ് മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്ന പക്ഷി മൃഗാദികളായ ജീവനുകളുടെ അന്തസ്സ് എന്നാണ് കാണേണ്ടി വരുന്നത്. ഇവിധം മനുഷ്യാവസ്ഥയോട് അടുത്തു നിൽക്കുന്ന ജീവനുകളെയായിരിക്കും മനുഷ്യപ്രവർത്തനങ്ങളുടെ നന്മതിന്മകൾ മനുഷ്യനുമായി നേരിട്ട് ബന്ധമില്ലാത്ത ജീവികളെക്കാൾ അധികമായി ബാധിച്ചു വരുന്നത്. പ്രകൃതിയെ സൂക്ഷ്മമായി ആവാഹിക്കുക എന്ന ജീവന്റെ ആവശ്യങ്ങളും സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളും നിമിത്തമായി രൂപപരിണാമം സാധിച്ച് അതിനൊത്ത സ്വഭാവവും ശാരീരിക ക്ഷമതയും സാധിച്ചെടുത്ത അതേ വഴി തന്നെ ഇവിടെയും ജീവപരിണാമത്തിനായി തെളിഞ്ഞു നിൽക്കുന്നു. സ്വയം അറിയാതെയാണെങ്കിൽ പോലും വളർത്തുന്ന ജന്തുക്കളുടെ മേലുള്ള സ്ഥൂല സൂക്ഷ്മ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ എന്ന ജീവന്റെ അവസ്ഥ പ്രകൃതി സ്വയമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അത്രത്തോളമായി ഏറ്റെടുക്കുന്നുവെന്നും അതുവഴി അത്രത്തോളമായി പ്രകൃതിയായി മാറുന്നുവെന്നുമാണ് മനസ്സിലാക്കാനാവുക. മനുഷ്യനിൽ വികസിതമായി നിൽക്കുന്ന സങ്കല്പശേഷി പ്രകൃതിയുടെ നിക്ഷിപ്താവസ്ഥകളുടെ സംഗമഫലമായ അതിസൂക്ഷ്മോർജം എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ലാത്തതുകൊണ്ട് മറ്റ് ജീവനുകളെ പരിണമിപ്പിക്കാൻ മനുഷ്യസങ്കല്പത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നതായി വരുന്നു. സങ്കല്പശേഷി എന്ന അറിവുകളുടെ സമന്വയഭാവമായ പരിജ്ഞാനം, ജ്ഞാനം എന്നിങ്ങനെയുള്ള എന്തിൻ്റെയും കാരണതരമായ ഊർജം ജീവനിൽ നിറയുന്നത് ആഹാരമായി പ്രകൃതിയെ ഭക്ഷിച്ചും പ്രവർത്തിച്ചും അനുഭവിച്ചും സുഖ ദുഃഖങ്ങൾ എന്ന ഭാവങ്ങളെ ഉൾക്കൊണ്ടുമാണ്. പ്രകൃതി ജീവനെ വളർത്തി മനുഷ്യനാക്കിയ അതേ വഴിയിലൂടെ തന്നെ മനുഷ്യന്റെ വിചാര വികാരങ്ങളാകുന്ന സങ്കല്പങ്ങൾ കൊണ്ട് ആശ്രയിച്ചു നിൽക്കുന്ന ജീവികൾക്ക് ഭക്ഷണമായും ക്രമീകരണമായും തരപ്പെടുത്തി കൊടുക്കുമ്പോൾ ജീവിയിൽ എത്തിച്ചേരുന്ന വാസനകൾ വളർത്തുന്നവന്റെ താൽപ്പര്യങ്ങളുടെ സംഭരിതാവസ്ഥയും സ്വഭാവ വിശേഷങ്ങളുമായി ജന്തുജീവൻ അതായി മാറുന്നു. മനുഷ്യാവസ്ഥയോട് അടുത്തു നിൽക്കുന്ന മൃഗങ്ങൾ ഒരേ ഇനത്തിൽ ഉള്ളവയാണെങ്കിൽ പോലും വ്യത്യസ്ത മനുഷ്യർ കൊടുക്കുന്ന ഭക്ഷണത്തിനൊത്തും പരിശീലനത്തിന് ഒത്തും സ്വഭാവത്തിലും അറിവിലും ആവശ്യകതയിലും മാറ്റം വരുന്നവയായി കാണുന്നു. അടിസ്ഥാനപരമായി ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ട് എന്നതൊഴിച്ചാൽ മിക്കവാറും വളർത്തു മൃഗങ്ങളുടെ അറിവുകളും ശേഷികളുമൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങളും സങ്കല്പങ്ങളും നിറവേറ്റുക എന്നതായിട്ടുമിരിക്കുന്നു. ശരീരത്തിൽ വന്നുപെടുന്ന ഏതൊരു വ്യതിയാനവും അടിസ്ഥാനപരമായി ബാധിക്കുന്നത് ജീവനെ ആയതുകൊണ്ട് മനുഷ്യന്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികൾക്ക് ഒത്തവിധം ഒരേ വർഗത്തിൽപ്പെടുന്ന ജീവനുകളിൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. ശുദ്ധിയും വൃത്തിയും കാര്യകാരണ ബോധവുമില്ലാതെയും ദുഷ്ടലാക്കോടെയും മൃഗങ്ങളെ വളർത്തുന്നതിൽ നിന്ന് അതിൻ്റെ ദുരന്തഫലങ്ങൾ മനുഷ്യന് തന്നെ അനുഭവിക്കേണ്ടതായി വരുന്നു. മോശമായ സാഹചര്യത്തിൽ ഇവിധം വളർത്തുന്ന ജന്തുക്കളുടെ സസ്യങ്ങളുടെ പോലും ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്നത് ആ ജീവന്റെ ദോഷസങ്കല്പങ്ങളും പ്രവർത്തനങ്ങളും എന്ന ഉൽപ്പന്നമാകുന്നു. തലമുറകൾ കടന്ന് ജീവനിൽ സംഭവിക്കേണ്ടുന്ന ശാരീരികവും ബോധതരവുമായ പരിണതികൾ വിപരീത ഫലം ഉളവാക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ടോ എന്ന്
അതാതു കാലത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ബോധ്യപ്പെടാവുന്നതാണ്. സമൂഹത്തിന്റെ ഏത് മേഖലയിലും നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യകാരണബോധത്തോടെ നിതാന്ത നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിരിക്കണം എന്നത് മനുഷ്യൻ ശാസ്ത്രീയമായും സാങ്കേതികമായും ഏറെ മുന്നേറിയിരിക്കുന്ന ഇക്കാലത്ത് പ്രകൃതിയുടെ സൂക്ഷ്മഭാവങ്ങളെ ഏറെ ഉൾക്കൊണ്ടിരിക്കുന്ന ജീവൻ എന്ന നിലയിൽ അനിവാര്യതയായി മാറുന്നു. വ്യക്തിപരമായ പ്രതിബദ്ധത, സാമൂഹികമായ ജാഗ്രത, നിയമം, ഭരണം എന്നിങ്ങനെയുള്ള ഊർജത്തിന്റെ അതീവ സൂക്ഷ്മഭാവങ്ങളുടെ വിനിമയം നടപ്പാവുന്നതിലൂടെ സംഭവിക്കുന്ന ഉജ്ജ്വല പരിവർത്തനം എന്നത് മനുഷ്യജീവനെ അതിവേഗം പ്രപഞ്ചകാരണശേഷിയിലേക്ക് എത്തിക്കുന്ന ഉത്കൃഷ്ടമായ പ്രവർത്തനം ആയിത്തീരുന്നു. പ്രവർത്തന മണ്ഡലവും ജീവിത സാഹചര്യവും പരിഗണിക്കുമ്പോൾ യാതൊരു ബന്ധവും ഇല്ലെന്നും അകന്നു കഴിയുന്നവരെന്നും മനുഷ്യൻ വിചാരിക്കുന്ന പലരും പലതും മുഖാന്തരമുള്ള നന്മയും തിന്മയുമായ ഫലങ്ങൾ ആരെയും ബാധിക്കാതെ പോകുന്നില്ല എന്നാണ് കാണാനാവുക. അടിസ്ഥാനപരമായി ജീവലോകം എന്നത് അല്പമായോ അധികമായോ എല്ലാമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതും താത്വികമായി കാണാനാവുമ്പോൾ സകല ജീവജാലങ്ങളും ചേർന്ന ഒരൊറ്റ ശക്തിവിശേഷവും ആകുന്നു. ഉജ്ജ്വലശേഷി പ്രാപിച്ച ഒരു ജീവന്റെയോ ഒരു സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളുടെയോ ഫലം യഥാർത്ഥമായി അനുഭവപ്പെടുന്നത് തലമുറകളിലൂടെയോ ജന്മങ്ങൾ കൊണ്ടോ ആയിരിക്കാം എന്നു മാത്രം. ജീവവർഗങ്ങൾ എന്നത് അടിസ്ഥാനപരമായി ഒന്നായതുകൊണ്ട് പോയ കാലത്തിന്റെ ത്യാഗികളുടെ പ്രവർത്തന ഫലം എന്ന ഇന്നിന്റെ സൗഭാഗ്യം എന്ന കാര്യകാരണ ബോധമില്ലാത്ത ആഘോഷങ്ങളിലൂടെ മുന്നേറുന്ന തലമുറകൾ കുഴപ്പത്തിലേക്ക് സാവധാനം അടുക്കുകയും പ്രകൃതിയുടെ ഭാവവ്യതിയാനങ്ങളിലൂടെ ജീവപരിണാമം അധോഗതിയിലേക്ക് എത്തിയേക്കാവുന്നതുമാണ്. ജീവജാലങ്ങളിൽ ഓരോന്നിനും ഒത്തവണ്ണം ബൗദ്ധികമായ മുന്നേറ്റം സാധ്യമാകാത്ത മനുഷ്യൻ ഒഴികെയുള്ള ജീവികൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രകൃതി തനതായ നിലയിൽ നിയമനിർവഹണം നടത്തി അവയെക്കൊണ്ട് പ്രവർത്തിക്കുന്നതായാണ് കാണാനാവുക. ജീവന്റെ ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും കാരണബോധത്തിലൂടെ വിശകലനം ചെയ്യുന്നതിലൂടെ വ്യക്തമാവുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യക്തവും കൃത്യവുമായ പ്രവർത്തന രീതി സംസ്ഥാപിക്കുന്നതിന് ശേഷിയുള്ള മാർഗനിർദ്ദേശം ലോകത്ത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ്. എല്ലാം കണ്ടറിഞ്ഞു വന്നതും പ്രവർത്തനം കൊണ്ട് പൂർത്തിയാക്കിയതുമായ ഒരു ജീവന്റെ നിർദ്ദേശത്തിൽ നിന്നല്ലാതെ കേവല വിശ്വാസത്തിനും താൽപ്പര്യങ്ങൾക്കും അപ്പുറം യുക്തിഭദ്രവും ശാസ്ത്രീയവും താത്വികവുമായ ഒരറിവും പ്രവർത്തന മാർഗവും ലഭിക്കുന്നതിന് സാധ്യമാവുകയുമില്ല. മനുഷ്യനോട് ഒത്തുവരത്തക്കവണ്ണം പ്രവൃത്തിയിലും വാസനയിലും ചിന്താശേഷിയിലും മുമ്പിൽ വരുന്ന ജന്തുജീവനുകൾ സാധ്യത കൊണ്ടും അനിവാര്യത കൊണ്ടും അടുത്ത ശരീരപ്രാപ്തിയിൽ മനുഷ്യാവസ്ഥയിലേക്ക് കടക്കുന്നു. മനുഷ്യാവസ്ഥയിലെത്തിയ ഈ ജീവനുകളുടെ പ്രവർത്തനങ്ങൾക്ക് മൃഗജന്മങ്ങളിലെ എന്നതുപോലെയുള്ള കണിശമായ നിയന്ത്രണങ്ങളോ അടിച്ചമർത്തലുകളോ സാധാരണഗതിയിൽ സാധ്യമാകുന്നില്ല. മനുഷ്യ ജീവനുകൾക്ക് മേൽ മനുഷ്യൻ പ്രയോഗിക്കുന്ന അടിച്ചമർത്തൽ മനുഷ്യ സമൂഹത്തിന്റെ ആകെയും തൽഫലമായി ജന്തുലോകത്തിന്റെയും അരോചകാവസ്ഥ ആയിത്തീരുകയും ചെയ്യുന്നു. കാരണബോധമില്ലാത്ത ജീവന് ചെയ്യാനുണ്ടാവുന്ന ശരികൾ എന്നത് അതിൻ്റെ സ്വാഭാവികതയോടെ തന്നെ വിചാരപരമായി മുന്നേറിയിട്ടുള്ള ജീവന്റെ നിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഒത്ത പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും. മനുഷ്യൻ എന്ന ജീവന്റെ അവസ്ഥ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് നിരവധിയും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളുടേത് ആയിരിക്കുന്നുവെങ്കിലും അതിനേക്കാൾ പ്രധാനമായത് വിചാരപരമായി മുന്നേറി ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും കാരണത്തോളം കണ്ടറിയുക എന്നതായി വരുന്നു. മാത്രവുമല്ല, കർമ്മപഥത്തിൽ മുന്നേറി
മനുഷ്യനായി ജന്മമെടുക്കുന്ന ജീവനുകൾക്ക് വേണ്ടതിൽ എത്തിച്ചേരാൻ ലക്ഷ്യബോധത്തെ തടയുന്നതും കാരണബോധത്തിൽ എത്താൻ അനുവദിക്കാത്തതുമായ സ്വാതന്ത്ര്യ-രഹിതാവസ്ഥ വഴി അധികാരപ്രാപ്തമായ ജീവൻ അവസരം നിഷേധിക്കുന്നു എന്നും വരുന്നു. മനനവും കണ്ടെത്തലും എന്നത് സ്വാതന്ത്ര്യത്തിന്റെ സൃഷ്ടിയായിട്ട് തന്നെയും ഇരിക്കുന്നു. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്നതാകട്ടെ ജീവന്റെ കാരണവും ലക്ഷ്യവും ബോധ്യപ്പെട്ടുള്ള നിയമങ്ങൾക്കൊത്ത കറയറ്റ ജീവിതമാണ്. ഏതുതരം പ്രവർത്തനവും അതാതിൻ്റെതായ രീതിയിൽ ഫലവത്തും നിരന്തരമായിട്ട് തന്നെ സങ്കല്പതരമായ സംഭരിത ശേഷിയുമായി ജീവനിൽ നിക്ഷിപ്തമാവുന്നതുകൊണ്ട് അടിച്ചമർത്തൽ എന്ന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിമിത്തം ജീവനുകൾ തന്നെയാകുന്ന അനേകമനേകം മനുഷ്യ മനസ്സുകളിൽ നിന്ന് പുറപ്പെടുന്ന വിരോധവും ശാപവും എന്ന സങ്കല്പശേഷിയാവുന്ന സൂക്ഷ്മോർജ പ്രവാഹം അധികാരത്തിന്റെ ജീവനെ കാലക്രമത്തിൽ ശേഷി കുറഞ്ഞതും ദുഷിക്കുന്നതും നശിക്കുന്നതും ആക്കി തീർക്കുന്നു. പ്രപഞ്ചവും ഭൂമിയിലെ ജീവിതവുമായിരിക്കുന്ന നിലനിൽപ്പുകൾ എന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവവും പ്രവർത്തനങ്ങളും അവസ്ഥാമാറ്റങ്ങളും എന്നത് യഥാക്രമം ഊർജത്തിന്റെ വിനിമയവും പരിവർത്തനവും ആയതുകൊണ്ട് സങ്കല്പങ്ങൾ അതാതിൻ്റെതായ ശേഷിയോടെ പ്രാവർത്തികത ആയിത്തീരുക തന്നെ ചെയ്യുന്നു. ഊർജവിനിമയം മേൽപ്പറഞ്ഞ പ്രകാരം സംഭവിക്കുന്നതിൽ നിന്ന് നിയന്ത്രണശേഷി എന്നത് ഉദ്ദേശ്യശുദ്ധി എന്ന സങ്കല്പത്തിൽ നിൽക്കുന്നത് ആണെങ്കിൽ തന്നെയും സാമൂഹികമായ ഉന്നത ലക്ഷ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നതും ആയി വരുന്നു. ജീവനും പ്രവർത്തനങ്ങളും അനുഭവങ്ങളും എന്നത് ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങളും വിനിമയങ്ങളും മാത്രമായിരിക്കുകയും ഊർജം ഏതവസ്ഥയിലേക്കും പരിവർത്തിതമാകാവുന്നതും ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഊർജവിനിമയത്തിന്റെ ഏറ്റവും സങ്കീർണ ഭാവമായ മനുഷ്യപ്രവർത്തനങ്ങൾ വിനകളെ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നു. ഊർജവിനിമയം എന്ന പ്രക്രിയയെ സാങ്കേതികമായി തന്നെ കാണുമ്പോൾ കൃത്യമായ നിയമനിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി കൃത്യമായ പരിശീലനം ലഭിച്ചവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യമാണ് ഉണ്ടാവുന്നത്.